പ്രധാനമായിട്ടും ഈ SIR-മായി ബന്ധപ്പെട്ടുള്ള ജോലി സമ്മർദ്ദം അത് വളരെ വലുതായിരുന്നു എന്ന് പറയുന്നു. കാരണം ഇത്രയധികം ഫോമുകൾ ഫില്ല് ചെയ്യുക, ഈ ഫോമുകൾ തിരികെ വാങ്ങുക, അത് എൻ്റർ ചെയ്യുക, ഒപ്പം തന്നെ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം കൂടി നൽകി അത് വളരെ വേഗം തന്നെ അത് തിരികെ ഈ ഫോമുകൾ കളക്ട് ചെയ്ത് നൽകണമെന്ന് മേലുദ്യോഗസ്ഥർ നിരന്തരം വിളിക്കുന്നു. ഇത് ഒരു BLOയുടെ മാത്രം പ്രശ്നമല്ല. നിരന്തരമായി നമ്മളിപ്പോൾ ഈ സംസാരിച്ച 4 BLOമാരോട് ഈ ഒരു സമയത്തിനകം നമ്മൾ സംസാരിച്ചവരൊക്കെയും പറയുന്നത് തന്നെയാണ്, ജോലി സമ്മർദ്ദം എന്നാണ് ആരോപണമെങ്കിൽ അത് സത്യമായിരിക്കും എന്ന് അവരൊക്കെയും അടിവരയിട്ട് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരൊക്കെയും അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം തന്നെയാണിത്. വലിയ പ്രശ്നമാണിത്. കാരണം ഓരോ ദിവസവും പെർസെൻറ്റേജ് കൂട്ടാനായി ഇത്രയും ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാനായി ഇവർക്ക് നൽകുന്ന ഒരു സമ്മർദ്ദം വളരെ വലുതാണ്. അതിനെ അവർക്ക് പെർസെൻറ്റേജ് വെച്ച് ഇത് കണക്കാക്കി അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഉയർത്താൻ വേണ്ടി ഓരോരുത്തരും എടുക്കുന്ന സ്ട്രെസ്സ് അത് വളരെ വലുതാണ്. അതിൻ്റെ ഒരു അവസാന ഉദാഹരണം മാത്രമായി ഇപ്പോൾ ഈ അനീഷ് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുണ്ട്. കുറച്ചുകൂടി ആളുകളിലേക്ക് പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. ചേട്ടാ, ഇവിടുത്തെ അയൽവാസിയാണോ? ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ കാര്യങ്ങൾ കുറേയും കൂടിയൊക്കെ വ്യക്തമാകും. ഇപ്പോൾ അനീഷിൻ്റെ ബന്ധുക്കൾ രണ്ട് തരത്തിലുള്ള കാര്യമാണ് ഭാര്യ സഹോദരൻ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് SIR-മായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അനീഷിൻ്റെ ഈ ഒരു പ്രവർത്തനവുമായി താങ്കളും ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഏത് തരത്തിലാണ് അനീഷ് അത്രയും വലിയൊരു സമ്മർദ്ദത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, അനീഷ് ഈ എനിക്ക് ചെയ്യാൻ പറ്റാത്ത തൊഴിലാണ് ഇത് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ അനീഷിനുണ്ടായിട്ടുണ്ട്. അത് അനീഷ് നേരത്തെ തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം വീട്ടുകാരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് 2 or 3 തവണ ഈ പറയുന്ന എനിക്ക് പറ്റൂല, എന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, അത് നിങ്ങൾ ചെയ്യണം എന്നുള്ള ഭാഗത്ത് പറഞ്ഞു. പിന്നീട് അനീഷ് നമ്മുടെ നാട്ടിലത്തെ ചെറുപ്പക്കാരുമായും എല്ലാം സഹകരിച്ചുകൊണ്ട് ഈ സാധനം നാട്ടിലെല്ലാം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള SIR-ൻ്റെ ഫോറം എത്തിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് നമ്മൾ പറയുന്നത് പോലെ മറ്റ് പൊതുവായിട്ട് ഇറങ്ങി നടന്ന് എല്ലാ വീട്ടിലും പോകുന്ന ചെറുപ്പക്കാരനല്ല. അനീഷ് സാധാരണ അനീഷിൻ്റെ അച്ഛൻ ജോർജ് മാഷ്, മേരി അമ്മ, അവരെ ഭാര്യ, ഇവരെ കുടുംബം, ഇവരുമായിട്ട് ഇങ്ങനെ സഹകരിച്ച അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ ഒരു വലിയ സമ്മർദ്ദം അനീഷിനിടയ്ക്ക് ഉണ്ടാവും. മാനസികമായിട്ട് കുറേ പ്രയാസം അനീഷ് അനുഭവപ്പെട്ടിട്ടുണ്ട്. അനീഷ് ആദ്യമായിട്ടാണോ ഈ BLO ആവുന്നത്? അനീഷ് ആദ്യമായിട്ട് BLO ആവുന്നത്. അനീഷ് വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അനീഷ് സ്വാഭാവികമായിട്ട് എന്നിട്ട് ഏറ്റവും കൂടുതൽ 160 150 മേലേറ്റം ഫോറാണ് അതിന് ബാക്കിയുള്ളത്. ആ 150 ഫോറും കൊടുക്കാനും ഒരു കൊടുത്ത ഫോറും തിരിച്ചു വാങ്ങണമെന്നും കൂടി ഇവരെ മേലെ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് ഈ നമ്മുടെ തൊട്ടടുത്ത വള്ളത്തോൾ സ്മാരക വായനശാലയും ക്ലബ്ബും കൂടിയിട്ട് ഒരു ക്യാമ്പ് ഇന്ന് അനീഷിൻ്റെ നിർദ്ദേശപ്രകാരം വെക്കുന്ന ക്യാമ്പാണ്. ആ ക്യാമ്പിനകത്ത് ഇന്നിപ്പോൾ ആളുകൾ ഇത് ഫോറം പൂരിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഈ ഞെട്ടലോട് കൂടി നമ്മൾ ഈ വാർത്ത അറിഞ്ഞ് നമ്മളാണ് ഓടിയെടുത്തുന്നത്. അപ്പോൾ ഇവിടത്തോടെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇന്നലെ രാത്രി 1 മണിക്കാണ് 1 മണിക്ക് ശേഷം അനീഷ് ഇങ്ങനെ ഈ ഫോറം വെച്ചിട്ട് ഞാൻ ഇതെന്ത് വേണം എന്നുള്ള ഭാഗത്തിലാണ് അനീഷ് ഈ ഫോറം നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം വലിയ മാനസിക സമ്മർദ്ദമായിരുന്നു. അനീഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു BLO തൊട്ടടുത്ത ഏറ്റുപിടിക്കാനുള്ള ചെറുപ്പക്കാരനുണ്ട്. അപ്പോൾ അവൻ്റെ തൊഴിൽ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് അനീഷിൻ്റെ കൂടെ ഞാൻ നടക്കാൻ കൂടെ ബാക്കി ഇന്ന് നമുക്ക് കൊടുത്ത് തീർക്കാം എന്ന് പറഞ്ഞ് വളരെ അനീഷിന് ഒരു പോസിറ്റീവായിട്ട് മെസ്സേജ് കൊടുത്തിട്ടാണ് ഇന്നലെ പോയത്. അപ്പോൾ ഇന്ന് രാവിലെയും ഇതേപോലെ അമ്മ പറഞ്ഞത് പള്ളിയിലേക്ക് പോകുന്ന സമയത്തും അനീഷ് രാവിലെ എണീച്ച് ചായലും കുടിച്ച് പള്ളിയിലേക്ക് വരെ ആക്കാൻ ആവശ്യം നിലവിളിച്ച് തിരിച്ച് വരുമ്പോഴാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഇതിൽ ഈ അനീഷിന് ഇപ്പോൾ ഇത്രയധികം ഫോമുകൾ ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇപ്പം നമ്മൾ പ്രാദേശിക തലത്തിൽ BLAമാർ, പാർട്ടിയുടെ BLAമാർ സ്വാഭാവികമായിട്ടും സഹായിക്കാറുണ്ട്. അനീഷിനെ ഇപ്പോൾ ഈ BLAമാർ അനീഷിൻ്റെ കൂടെ പോയിരുന്നു? യെസ്, BLAമാരായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പഞ്ചായത്തിനകത്ത് ഒരു 95% ഇടതുപക്ഷ പ്രസ്ഥാനത്ത് സ്വാധീനമുള്ള പഞ്ചായത്താണ്. കാങ്കോല പഞ്ചായത്ത് 100% വാർഡുകളെല്ലാം ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനകത്ത് അനീഷിനെ സഹായിക്കാൻ BLA ആയിട്ടുള്ള CPM-ൻ്റെ ആളുകളും പോയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ആളുകളും പോയിട്ടുണ്ട്, BJP-യുടെ ആളുകളും പോയിട്ടുണ്ട്. അവർ സ്വാഭാവികമായിട്ടും ഒരാളും പോവാതിരുന്നിട്ടില്ല. നമ്മൾ കോൺഗ്രസിൻ്റെ ആളുകളായിട്ടുള്ള ആളുകളും BLA ആയിട്ട് അനീഷിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ, അതായത് അനീഷ് മരിച്ച് ഈ ഒരു സമയത്ത് തന്നെ പ്രധാനമായും ഉയർത്തുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ BLAമാരുമായിട്ട് മാത്രമാണ് അനീഷ് പോയിട്ടുള്ളതെന്നും അതിനെ ചൊല്ലിയിട്ട് ചില തർക്കങ്ങളുണ്ടായിരുന്നു, അനീഷിന് ഭീഷണി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അനീഷിനോട് ഇത് ചോദിച്ചിരുന്നു എന്നൊക്കെ അനീഷിൻ്റെ ഭാര്യയുടെ സഹോദരൻ പറയുന്നത്. അല്ല, അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ട് ഞെട്ടലോടുകൂടി വാർത്തയാണ് ഈ നാട്ടുകാർ ഇപ്പോൾ കേട്ടുകൊടുക്കുന്നത്. അനീഷിൻ്റെ മൃതശരീരം ഇപ്പോൾ പെരിയാർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്കകത്തുള്ളത്. ആ മോർച്ചറിക്കകത്ത് ഇത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഗൂഢമായിട്ട് തന്ത്രം എന്ന് പറയുന്നത് ഇനി ആര് പറഞ്ഞാലും അതൊന്നും ഒരു വർത്തമാന കാലത്ത് ഒരാളും അംഗീകരിക്കാൻ വേണ്ടി പോകുന്നതല്ല. കാരണം നിങ്ങൾ മാത്രം ഇത് ആലോചിച്ചാൽ മതി. ഈ പറയുന്ന SIR-മായി ബന്ധപ്പെട്ട ഫോറം വീട്ടിൽ കൊണ്ടു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമല്ലേ നമുക്ക് ഈ അനീഷ് ചെയ്യുന്നത്? അനീഷ് ആരെയും വോട്ട് കൂട്ടിച്ചേർക്കാൻ തള്ളാനും അല്ലല്ലോ പറഞ്ഞത്. ആ തന്നിട്ടുള്ള ഫോറം വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പിന്നെ അതിലെന്ത് രാഷ്ട്രീയമായിട്ട് കാണിക്കേണ്ടത്? കാരണം കലക്ക വെള്ളത്തെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യത്വരഹിതമായിട്ട് പ്രവർത്തനമാണ് കുറേ ആളുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലേ കുറേ ആളുകളെ സ്വകാര്യ ഇത് പറഞ്ഞുകൊടുക്കുകയാണ്.
കാരണം തെറ്റായിട്ടുള്ള വാർത്തയാണ്. നമ്മളിപ്പം ജോർജ് മാഷോടായാലും മറ്റേ മേരി ചേച്ചിയോടായാലും നമ്മൾ ചോദിച്ചപ്പോൾ സമയത്ത് ഈ മാനസിക സമ്മർദ്ദം അവർക്കുണ്ട്. അത് SIR-മായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തസാക്ഷിയാണ് അനീഷ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കില്ല. പക്ഷേ അപ്പോൾ അത്തരത്തിലൊരു സംസാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണോ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്? എങ്ങനെ? അതായത് ഈ പറയുന്ന LDF-ന്റെ BLA മാത്രം അല്ലെങ്കിൽ CPM-ന്റെ BLA മാത്രമായിട്ട് അനീഷ് പോവുകയും അത് കോൺഗ്രസ് ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവർ തമ്മിൽ സംസാരമുണ്ടായി. അങ്ങനെ ഒരു സംഭവം ശ്രദ്ധയപ്പെട്ടിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവിടെ അനീഷിനെ സംബന്ധിച്ചോളം ജോർജ് മാഷ കുടുംബം ഉൾപ്പെടെ അനീഷിൻ്റെ കൂടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളും അനീഷ് സഹായം ചോദിച്ചിട്ടുണ്ട്, അവർ പോയിട്ടുണ്ട്. അതിലൊരു തെറ്റായ കാര്യമല്ല. കാരണം നമുക്കറിയാം ഈ വാർഡ്, ഈ 1-ാം വാർഡ് പറയുന്നത് 90% ഇടതുപക്ഷ പ്രസ്ഥാന സ്വാധീന വാർഡാണ്. ഈ വാർഡിനകത്ത് ഒരു വീട്ടിനകത്ത് ഫോറം കൊണ്ടു കൊടുക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തുന്നത് നമ്മൾ പോകുന്നുണ്ട്, കോൺഗ്രസ്സുകാരും പോകുന്നുണ്ട്, BJP-കാരും പോകുന്നുണ്ട്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞ അനീഷിനെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. SIR-ലെ ജോലി സമ്മർദ്ദമാണോ ആത്മഹത്യക്ക് കാരണം, മറ്റെന്തെങ്കിലും ഉണ്ടോ? അന്വേഷണം നടത്തേണ്ടോ? നിലവിൽ SIR-ലെ ജോലി സമ്മർദ്ദം, ഈ പറഞ്ഞ പോലെ ഫോം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സമ്മർദ്ദത്തിലായിരുന്നു അനീഷ് എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും സാക്ഷ്യപ്പെടുത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.